അതെന്താ നിങ്ങൾക്ക് വീട്ടിന്റെ ഉള്ളിൽ സ്ഥലല്ലേ അതുകൊണ്ട് പുറത്തേക്ക് ചായ അടിക്കാൻ പോയി? അതല്ലടാ പൊട്ടായി, പൊട്ടനൊന്നും അറിയില്ല. നമ്മൾ പുറത്ത് ഹോട്ടലിൽ പോയിട്ട് ചായ എണ്ണക്കടിയൊക്കെ തിന്നൂല, അങ്ങനെ പോയിന്നാ പറഞ്ഞു. ഓ അങ്ങനെ, അങ്ങനെ തന്നെ. ഞങ്ങളും ഇടയ്ക്കൊക്കെ പോവലുണ്ടല്ലോ പുറത്തേക്ക് ചായ കുടിക്കാൻ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, സിറ്റ് ഡൗൺ. എന്റെ മക്കളെല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. അത് പിന്നെ ഇന്നലെ അബുല്ലേ ഓലെ വീട്ടിൽ നിന്ന് ചായ കുടിക്കാൻ പുറത്തേക്ക് ഹോട്ടലിലേക്ക് പോയിന്ന് പറഞ്ഞീനാ. ആണോ അബു? അതെ ടീച്ചർ, ഞങ്ങൾ ഇന്നലെ ഹോട്ടലിൽ പോയിട്ടാ ചായ കുടിച്ച്. എപ്പോഴൊന്നും പോകരുതട്ടോ, എപ്പോഴേലൊക്കെ പോയാൽ മതി. പുറത്തുനിന്നുള്ള ഫുഡൊന്നും നമുക്ക് വയറിന് പിടിക്കൂല ചിലപ്പോ. ശരി ടീച്ചർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു ടീച്ചർ. എന്ത് കുറെ കാര്യങ്ങളാ, അത് പറ. നമ്മൾ 1 മുതൽ 100 വരെ എണ്ണാൻ പഠിച്ചു. ഗുഡ് ബോയ്. എന്നിട്ട് അപ്പൊ 100 വരെ എണ്ണാൻ പഠിച്ചോ? എനിക്കറിയില്ല ടീച്ചർ. അപ്പൊ നീ പഠിച്ചിട്ടില്ലേ? ഇല്ല ടീച്ചർ, ഇന്നലെ പഠിക്കാൻ ടൈം കിട്ടിയില്ല. അതെന്താ ടൈം ഇട്ടായിരുന്നു? ഇന്നലെ ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോയി, അതുകൊണ്ട് പഠിക്കാനൊന്നും പറ്റിയില്ല. എന്നാ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എന്തായാലും പഠിച്ചിട്ട് വരണം കേട്ടോ. അപ്പൊ പഠിച്ചോ? ഒന്ന് പറഞ്ഞേ. എനിക്ക് കുറച്ചൊന്നും അറിയാം ടീച്ചർ. എന്നാ എനിക്കറിയണ കുറച്ചൊന്ന് പറഞ്ഞേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 25 28 30. ഇതിപ്പോ വേഗം 13 ആയല്ലോ. വിഷ്ണുവിനെ അറിയോ? വിഷ്ണു? എനിക്കറിയാം ടീച്ചർ. എന്നാ ഒന്ന് പറഞ്ഞേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 28 29 30 31 32 34 35 36 38 39 40 41 42 43 44 45 46 47 48 49 50. ഓക്കേ, ഗുഡ് ബോയ്. എല്ലാവരും വിഷ്ണുകുട്ടനെ ഒരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കേ, സിറ്റ് ഡൗൺ. ടീച്ചറെ, വിഷ്ണുകുട്ടനെ ഒരു പാട്ട് പാടി തരുമോ? അതിനെന്താ, ടീച്ചർ പാടിത്തരാലോ. കുറച്ച് മതി. നിലാവേ മായുമോ ഉരുളന്തേൻ തെന്നലായി, നിലാവുന്നോവുമാ തലോടും കാറ്റുമീ ചെഞ്ചുണ്ടിൽ, ചെഞ്ചുണ്ടിൽ താനേ മേലെ മാനത്ത് താരെ മിന്നുന്നു, ഓർമ്മകൾ ഉണരുന്നു, മനമുരുകുന്നു, പ്രിയനെ നീ എന്നു വരും, നീയലായി ഞാൻ കൂടെ വരാ, ഒരിളം മഞ്ഞിൻ കാറ്റായി തഴുകാമോ, നിലാവേ മായുമോ നിലാവുന്നോവുമാ തലോടും കാറ്റുമീ. എനിക്ക് പാടാനൊന്നും അറിയില്ല മക്കളെ, നിങ്ങൾ പാടാൻ പറഞ്ഞപ്പോ ഞാൻ ഏതൊരു പാട്ട് പാടിയെന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാട്ട് അറിയാം? എന്നാ നിങ്ങളൊന്ന് പഠിക്കേ. നിങ്ങൾക്ക് നല്ലോണം പാടാൻ അറിയാലോ. ഗുഡ് ബോയ്സ്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ആൽഫബറ്റ്സ് ആണ്. അപ്പോ ആർക്കൊക്കെ A to Z വരെ അറിയും? എനിക്കറിയാം ടീച്ചർ. എന്നാ ഒന്ന് പറഞ്ഞേ അപ്പോ. A B C D E F G H I J K L M N P Q R S T U V W X Y Z. ഓക്കേ, ഗുഡ് ബോയ്. നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം? എനിക്ക് കുറച്ചുള്ള അറിയാം. എനിക്കും കുറച്ചുള്ള അറിയാം. എന്നാ നിങ്ങൾ രണ്ടുപേരും നാളെ പഠിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. ശരി ടീച്ചർ. എന്നാ നമുക്ക് ക്ലാസ് തുടങ്ങാം. മേ ഐ കം ഇൻ ടീച്ചർ? യെസ്. എന്തൊക്കെ ടീച്ചറെ, ഞങ്ങൾ ലാസ്റ്റ് ടീച്ചർ വിളിക്കുന്നുണ്ട്. എന്തിനാ? അതൊന്നും അറിയില്ല, ടീച്ചറിനോട് വരാന്. ഓക്കെ, മോള് പോയിക്കോട്ടോ, ടീച്ചർ വരാം. ഓക്കെ ടീച്ചർ. മക്കളെ, അപ്പുറത്തെ ക്ലാസ് ടീച്ചറെ വിളിക്കുന്നുണ്ട്. ഞാനൊന്ന് പോയിട്ട് വരാട്ടോ. എല്ലാവരും ഇവിടെ സൗണ്ട് ഉണ്ടാക്കാതെ ഉണ്ടായിരിക്കട്ടോ. ഓക്കെ ടീച്ചർ. അയ്യോ, എന്റെ വയറിന് സുഖമില്ലാത്ത പോലെ. അയ്യോ, എന്താ വിഷ്ണു ഒരു സൗണ്ട് കേട്ട്? അയ്യോ, മണത്തിട്ട്. എനിക്കൊന്നും അറിയില്ല. നുണ പറയണ്ട, ഈ കുശ് ഇട്ടില്ലേ? ഞാനൊന്നും ഇട്ടിട്ടില്ല. അയ്യേ വിഷ്ണു, കുശ് ഇട്ടിക്കൈ. എന്താ അപ്പു കാര്യം? അപ്പൊ എനിക്ക് മണവും സൗണ്ടൊന്നും കേട്ടില്ലേ? ഇല്ല, എന്തൊക്കെ? വിഷ്ണുല്ലേ കുശ് ഇട്ടിക്ക. അയ്യേ ഓനോ? അയ്യ വിഷ്ണു, എന്താടാ ഇങ്ങനെ? അപ്പൊ എനിക്ക് കുശ് ഇടാൻ ഈ പുറത്തേക്ക് വേണ്ടേ? ഈ ക്ലാസ്സിൽ നിന്നിട്ടടിയാ? ശേഷം മോശം മോശം. ഞാൻ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കണേ? ആട്ടുകുണ വെറുതെ പറയാ, ഞാൻ കേട്ടാളി. ഞാൻ എന്റെ അമ്മനോട് പറഞ്ഞെടുക്കൂട്ടോ. ഇത് ലോകത്തെ എല്ലാ മനുഷ്യന്മാരും ഇടുന്ന തന്നെയാണ്, പിന്നെന്താ എത്ര കാണിച്ചാന്? ഞാൻ ഇട്ടിട്ടില്ല. എടാ പുഞ്ഞു വന്നിട്ട് കളിയാക്കണ്ട.
വന്നിട്ടുണ്ട് ട്ടാ. എന്നിട്ട് നിന്റെ സങ്കടം മാറിയില്ലേ? മാറി ടീച്ചർ. എന്താ വയറിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? യെസ് ടീച്ചർ, കുറെ നേരമായി വയറ് വേദനിക്കുന്നു. അപ്പൊ പെട്ടെന്ന് പോയതാ. അത് സാറില്ല വിഷ്ണു. ഓക്കെ ടീച്ചർ. ടീച്ചർ എന്തിനാ അപ്പുറത്തെ ക്ലാസ് വിളിച്ചെന്ന് അറിയോ? എന്തിനാ ടീച്ചറെ? ഇങ്ങോട്ട് വന്നില്ല ടീച്ചറെ വിളിക്കാന്? ആളുടെ ബർത്ത്ഡേ ആയിരുന്നു അത്രന്ന്. അപ്പൊ ടീച്ചർക്ക് മുട്ടായി വന്നിട്ടുണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ. ആഹാ, എന്നിട്ട് എവിടെ ടീച്ചർ? ഞാൻ കൊണ്ടുവരാം, ഓഫീസ് റൂമിൽ വെച്ചിട്ടാ. എന്നാ വേഗം പോയി എടുത്തിട്ടാ ടീച്ചർ. കൊടുന്നേരാ, വല്ലാത്തൊരു കൊതിച്ചേട്. എടുത്തോളി മക്കളെ. ഹായ് ബോണ്ടി. ഹായ്, എനിക്കിത് നല്ല ഇഷ്ടമായി. ഇതിന്റെ ഉള്ളിൽ തേങ്ങയൊക്കെ ഉണ്ടാവില്ലേ? എന്നെടുത്തോളി മക്കളെ, തിന്നോളിട്ടാ. ഹായ്, നല്ല ഇഷ്ടമുണ്ട്. അയ്യോ, എന്റെ കൈനല്ല, എനിക്ക് ഒന്നും കൂടി തരുമോ ടീച്ചർ? ആഹാ, അതിപ്പോ നല്ല കഥയാണല്ലോ. നിങ്ങൾ കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും കൊടുക്കാൻ. നമ്മൾ മാത്രമല്ലല്ലോ, 2-3 ക്ലാസ്സുകളില്ലേ, അവർക്കൊക്കെ കൊടുക്കണ്ടേ ടീച്ചേഴ്സിനും കുട്ടികൾക്കും. ടീച്ചർ അബുവിനെ പുറത്തേക്ക് പോയിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കട്ടെ, അല്ലെങ്കിൽ തികയില്ല. എനിക്കൊന്ന് വേണം ടീച്ചറെ. അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികൾക്കും ടീച്ചേഴ്സിനൊക്കെ കൊടുത്തിട്ടേ ബാക്കി ഉണ്ടെങ്കിൽ അബുവിന് കൊടുന്നേരാട്ടോ. എന്തായാലും കൊടുന്നേരണോട്ടോ ടീച്ചർ. നോക്കട്ടെ, അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളും 2-3 ക്ലാസ്സിലെ കുട്ടികളില്ലേ, ഓൽക്കും ടീച്ചേഴ്സിനൊക്കെ കൊടുത്തിട്ട് ബാക്കി ഉണ്ടോ നോക്കട്ടെ. എന്നാ പിന്നെ ബാക്കി ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ടീച്ചറെ സ്കൂളിൽ പോകുമ്പോ കടയിൽ നിന്ന് മേടിച്ചാറുണ്ട് കേട്ടോ ഒരു മുട്ടായി.